എറണാകുളം ചേന്നമംഗലത്ത് 3 പേരെ വെട്ടിക്കൊലപ്പെടുത്തി. കിഴക്കുംപുറം സ്വദേശികളായ വേണു, ഭാര്യ ഉഷ, മകൾ വിനീഷ എന്നിവരാണ് മരിച്ചത്. വിനീഷയുടെ ഭർത്താവ് ജിതിൻ പരിക്കേറ്റ് ആശുപത്രിയിലാണ്. അയൽവാസിയായ ഋതുവാണ് ആക്രമണം നടത്തിയത്. പ്രതി സ്ഥിരം ശല്യക്കാരനാണെന്നും മുൻപും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നും അയൽക്കാർ പറഞ്ഞു. ലിഡിയ ജേക്കബ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ചേന്നമംഗലം കിഴക്കുംപുറത്താണ് അതിദാരുണമായ ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. 3 പേരാണ് നിലവിൽ മരിച്ചിരിക്കുന്നത്. ഒരാൾ ഗുരുതരമായി ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇത്തരത്തിൽ വേണു, ഒപ്പം വേണുവിൻ്റെ ഭാര്യ, ഒപ്പം മകൾ എന്നിവർ 3 പേർ മരിച്ചിട്ടുണ്ട്. പ്രതിയായിട്ടുള്ള അയൽവാസിയായിട്ടുള്ള ഋതുവാണ് ഇവരെ വെട്ടിക്കൊലപ്പെടുത്തിയിരിക്കുന്നത്. അത് വളരെ ദാരുണമായ സംഭവം. പിഞ്ചു കുഞ്ഞുങ്ങളുടെ മുന്നിൽ വെച്ചാണ് ബിനീഷയുടെയും ഒപ്പം ജിതിൻ്റെയും പിഞ്ചു കുഞ്ഞുങ്ങളുടെ മുന്നിൽ വെച്ചാണ് ഇത്തരത്തിൽ ഇവരെ വെട്ടിക്കൊലപ്പെടുത്തിയിരിക്കുന്നത്. അതിദാരുണമായിട്ടുള്ള സംഭവമാണ് ചേന്നമംഗലത്ത് നടന്നിരിക്കുന്നത്. അയൽവാസികൾ തമ്മിലുള്ള തർക്കമാണ് ഇത്തരത്തിലൊരു ആക്രമണത്തിന് കാരണമെന്നാണ് പറയുന്നത്. പ്രതി നിരവധി കേസുകളിൽ പ്രതിയാണ്. റൗഡി ലിസ്റ്റിൽ ഉൾപ്പെടെ ഉള്ള ആളാണ്. 3 കേസുകളോളം പ്രതിക്ക് 3 കേസുകൾ നിലവിലുണ്ട്. അത്തരത്തിൽ ക്രിമിനൽ സ്വഭാവമുള്ള ഒരാളാണ്. നിരന്തരം ശല്യക്കാരനാണ്. മുൻപും അയൽവാസികൾക്ക്, ഇവർക്ക് മാത്രമല്ല അയൽവാസികൾക്ക് പലർക്കും ഇത്തരത്തിൽ ശല്യമുണ്ടാക്കിയതായിട്ടാണ് ഇവിടെയുള്ള പ്രദേശവാസികൾ പറയുന്നത്. അത്തരത്തിൽ പൊതുശല്യമായ ആളുകൾക്കെല്ലാം ശല്യമായിട്ടുള്ള ഒരാളാണ് പ്രതി എന്ന് പറയുന്നത്. എന്നിരുന്നാൽ പോലും 3 ജീവനുകളാണ് നഷ്ടമായിരിക്കുന്നത്. ഇപ്പോൾ അയൽക്കാർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ചേട്ടാ, എന്താണ് സംഭവിച്ചത്? ഒരു മുൻവൈരാഗ്യം എന്ന് പറയാനൊന്നുമില്ല. ഇന്ന് ചെറിയ ചെറിയ സംഭവങ്ങൾ നടക്കുന്നത്. ഒരു പ്രാവശ്യം കയറ്റി ചവിട്ടി പൊളിച്ച് ഒരു പരാതി കൊടുത്തു. അന്ന് അവൻ്റെ പേര് വെക്കാനാണ് പരാതി കൊടുത്തത്. രണ്ടാമത്തെ ദിവസം അവിടുത്തെ പെങ്കൊച്ചിനെ കൂട്ടി, അതായത് ഇപ്പോൾ മരിച്ച ആ പെങ്കൊച്ചിനെ കൂട്ടി ആണുങ്ങളെ കൂട്ടി അപവാദം പറഞ്ഞു നടക്കുമായിരുന്നു. അപ്പോൾ അവരൊന്ന് ചോദിക്കാൻ ചെന്നിട്ടുണ്ടായി. അതിന് ശേഷം പരാതി കൊടുത്തു. അപ്പോൾ അവനെ പോലീസ് വിളിച്ച് വാണിംഗ് കൊടുത്തിട്ടുണ്ടായി. ഇങ്ങനെ ഇനി ഒരു പ്രശ്നം ഉണ്ടായി. അതിലിടയ്ക്ക് ഞങ്ങളും പരാതിക്കാരാണ് അവൻ്റെ പേർക്ക്. ഞങ്ങൾ ഉപദ്രവിച്ചിട്ട് ഞങ്ങൾ പരാതി എടുത്തപ്പോൾ സാറുമാർ പറഞ്ഞത് അവന് പേര് കാപ്പ ചുമത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടായി. പക്ഷേ പോലീസിന് പോലും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം അവൻ്റെ പേരിൽ ഒരു സർട്ടിഫിക്കറ്റ്, മെൻ്റൽ സർട്ടിഫിക്കറ്റ്, അതും വെച്ചാണ് അവൻ്റെ അമ്മയാണ് അതിൻ്റെ ഫുൾ സപ്പോർട്ട് അവന്. ഇന്നിപ്പോൾ അമ്മ അവിടെ ഭയങ്കര കരച്ചിലും ഇതൊക്കെ ഉണ്ട്. സ്ഥിരമായിട്ട് അയൽക്കാർക്ക് എല്ലാവർക്കും ശല്യമാണ്. അയലൊക്കെ എല്ലാവർക്കും ഒന്നുമില്ല. ഞങ്ങൾക്ക് ഒരു 3 വീട്ടുകാർക്ക് മാത്രം. ഒന്ന് ആ വീട്, ഒന്ന് ഈ വീട്, ഒന്ന് ഞങ്ങൾ പുതിയതായിട്ട് ഒന്ന് താമസിക്കുന്നതാണ്. ഏത് തരത്തിലുള്ള ശല്യമാണ്? ശല്യം കല്ലെറിയുക, തെറി പറയുക, ഇതൊക്കെയാണ്. അപ്പം ഞങ്ങൾ ഒന്ന് പറഞ്ഞാൽ 2 നമ്മൾ പറഞ്ഞാൽ മാത്രമേ നമുക്ക് പിടിച്ചിക്കാൻ പറ്റുള്ളൂ. ഒരു പ്രാവശ്യം എൻ്റെ മോനെ അടിക്കാൻ വന്നിട്ട് ആ വീഡിയോ ഒക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. പോലീസുകാരൊക്കെ കാണിച്ചിട്ടുണ്ടായി. കമ്പ്യൂട്ടർ എപ്പോഴും കമ്പ്യൂട്ടറിൻ്റെ നടക്കുള്ളൂ അവൻ. ഇങ്ങനെയൊക്കെയാണ് അവർ പ്രശ്നങ്ങൾ. ഇന്നെന്തായിരുന്നു ഒരു ആക്രമണത്തിന് കാരണം? എന്തായിരുന്നു? ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇന്ന് ഒരു പ്രശ്നം ഉണ്ടായില്ല. അപ്പോൾ അവൻ 2 ദിവസമായിട്ട് വന്നിട്ടുള്ളൂ. തിങ്കളാഴ്ച ബുധനാഴ്ച വന്നിട്ടുള്ളൂ. സ്ഥലത്തുണ്ടായില്ല. കുറച്ച് നേരം അവിടെ പോയിക്കായിരുന്നു. വീട്ടിൽ അച്ഛനും അമ്മയും ഒന്നും ഉണ്ടായില്ല. ഇന്ന് എൻ്റെ മോൻ പറഞ്ഞ് അവൻ ഇതിവിടെ നടക്കണ്ടായെന്ന് പറഞ്ഞ് വെറുതെ ചുമ്മാ തലങ്ങുമ്പോഴേക്കും നടക്കുമായിരുന്നു. ഇപ്പോൾ ഇന്നെന്തായിരുന്നു ആക്ച്വലി സംഭവിച്ചത്? എന്തായിരുന്നു? യാതൊരു വാക്ക് തർക്കം ഒന്നും ഉണ്ടായിട്ടില്ല. സാധാരണ പോലത്തെ ദിവസമായിരുന്നു ഇന്ന്. ഇല്ല, ഞാൻ കണ്ടിട്ടുണ്ടായില്ല. അവർ കെട്ടിന ശേഷം ഞാൻ പോയി കണ്ടിട്ടുണ്ടായി. ബ്ലഡ് കുടിച്ചിടക്കായിരുന്നു. പ്രതി സ്ഥിരമായിട്ട് ഇവിടെ താമസിക്കുന്ന ആളാണോ അത് പുറത്ത് പോകുന്നത്? താമസക്കാരനാണ്. ആ വീട് അവൻ്റെ വീട്. അച്ഛനും അമ്മയും അവനും മാത്രമേ ഉള്ളൂ. ഇപ്പം പകൽ മൊത്തം വീടിൻ്റെ അകത്തിരിക്കും, പുറത്തു പോകില്ല. അവിടെ ഒരു ജനലിൽ അഴിയുണ്ടായി കൂടി എല്ലാം വാച്ച് ചെയ്യുന്ന ആളാണ്. ഇപ്പോൾ അവിടെയാണെങ്കിൽ ആ ചേട്ടനാണെങ്കിലും ഇപ്പോൾ കുറച്ച് ദിവസം പണിക്ക് പോകില്ല. വയസ്സായെങ്കിലും ആ ചേട്ടൻ പണിക്ക് പോകും. മരുമോൻ ഗൾഫിലായിരുന്നു. അവൻ വന്നിട്ട് 6 മാസമായി. അവന് കാലെന്തോ വേനെന്ന് കൊണ്ട് അവനും പോയിട്ടില്ല. ഇപ്പോൾ വെയ്യാണ്ട് കിടക്കായിരുന്നു. എല്ലാം ശാന്തമായ സമയത്ത് പിന്നെ ചെന്ന് ആക്രമണം നടത്തിയത്. അവൻ്റെ അമ്മ ദൃസാക്ഷിയാണ്. അമ്മ കണ്ടിട്ടുണ്ട് അവൻ ചെയ്യണത്. അമ്മ പുറകെ ചെന്ന് ഭയങ്കര കരച്ചു വെച്ചപ്പോഴൊക്കെ നടത്തിയിട്ടുണ്ട് അമ്മ. അപ്പം പോയപ്പോൾ അമ്മ പുറകെ ചെന്ന് പറയണത്. ഉടനെ തന്നെ ഇപ്പോൾ ആക്രമണം നടത്തി ഉടനെ തന്നെ ആളെ രക്ഷപ്പെടുമായിരുന്നു. അവിടെ തന്നെ ബൈക്ക് എടുത്ത് രക്ഷപ്പെടുത്താകുമ്പോൾ പോലീസ് പോയി കീഴടങ്ങിയെന്നാണ് പറയണത്. അവിടെ തന്നെ ബൈക്ക് എടുത്താണ് പോയത്. അതൊക്കെ എല്ലാവരും അയൽവക്കക്കാരൊക്കെ തന്നെ ഒരുമിച്ചത്. ഉടനെ തന്നെ ആളുകൾ കണ്ടില്ല. ഉടനെ ആൾ കണ്ടു. ആർക്കും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ പോയി. പിന്നെ സഹിക്കാണ്ടായി. പോലീസ് വരാൻ കഴിയുമ്പോൾ സഹിക്കാണ്ടായപ്പോൾ ആംബുലൻസ് വിളിച്ചെടുത്ത് കൊണ്ടുപോയതാണ്. അതുതന്നെയാണ് പറയുന്നത്. പ്രതി സ്ഥിരമായി ഇത്തരത്തിൽ ആളുകൾക്ക് ശല്യമുണ്ടാക്കുന്ന ആളാണ്. 3 ക്രിമിനൽ കേസുകളുള്ള ആളാണ്. അത്തരത്തിൽ സ്ഥിരമായി നാട്ടുകാർക്ക് ഒക്കെ ശല്യം ചെയ്ത് നടക്കുന്ന ഒരു ആൾ തന്നെയാണ്. ഇത്തരത്തിൽ ഒരു മതിലുമായി ബന്ധപ്പെട്ട്, മതിൽ പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു തർക്കമുണ്ടായിരുന്നു. അപ്പോൾ സ്ത്രീകളെ ശല്യം ചെയ്യുന്ന ഒരാളായിരുന്നു, സ്ഥിരമായി സ്ത്രീകളെ ശല്യം ചെയ്യുന്ന ഒരാളായിരുന്നു എന്നൊക്കെ നാട്ടുകാർക്ക് പരാതിയുണ്ട്. എന്നിരുന്നാൽ പോലും ഇന്നത്തെ ഒരു സംഭവം എന്ന് പറയുന്നത് പ്രകോപനം
പ്രകോപനമൊന്നുമില്ലാതെയാണ് ഇത്തരത്തിലൊരു സംഭവം നടത്തിയത് എന്നാണ് ആളുകൾ പറയുന്നത്. അതുപോലെ തന്നെ പ്രതി ലഹരി ഉപയോഗിച്ചിരുന്നു എന്നതിനെ പറ്റിയൊക്കെ പോലീസ് അന്വേഷിച്ചു വരുന്നുണ്ട്. ഇന്ന് തന്നെ നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കും എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ പോലീസ് പിടികൂടുകയായിരുന്നു. ക്യാമറ പേഴ്സൺ മനോജ് പി എല്ലിനൊപ്പം ലിഡിയ ജേക്കബ്, മീഡിയ 1.